തിരുവനന്തപുരം പേരൂർക്കട MSP ക്യാമ്പിൽ ട്രെയിനി സബ് ഇൻസ്പെക്ടർ SI ആനന്ദ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം സംസ്ഥാനത്തെ നടുക്കിക്കൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 18-നാണ് സംഭവം പുറത്തു വന്നത്. ആദ്യ നോട്ടത്തിൽ ഇതൊരു ആത്മഹത്യയാണെന്ന് രേഖപ്പെടുത്തിയെങ്കിലും കുടുംബവും നാട്ടുകാരും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ സംഭവത്തിന്റെ പിന്നിൽ ക്രൂരമായ പീഡനങ്ങളാണെന്ന സൂചനയാണ് നൽകുന്നത്. ആനന്ദിന്റെ അമ്മ ചന്ദ്രിക കണ്ണീരോടെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ മകനെതിരെ നടന്ന അതിക്രമങ്ങളെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ മകനെ ക്രൂരമായി പീഡിപ്പിച്ചു. അവൻ ഒരിക്കലും തൻ്റെ ജീവൻ സ്വന്തം കൈകൊണ്ട് അവസാനിപ്പിക്കില്ല. ക്യാമ്പിൽ 3-4 സാറുമാർ ചേർന്ന് അവനെ ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്ന് അവൻ തന്നെയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരിക്കൽ ഞാൻ അവനെ കാണാൻ പോയപ്പോൾ പോലീസുകാർ അവൻ്റെ അടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് മുന്നിൽ ഭയന്ന് ഒന്നും പറയാൻ അവന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വീട്ടിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിപിൻ സാർ തന്നെ ഏറ്റവും കൂടുതൽ ക്രൂരമായി ഉപദ്രവിച്ചുവെന്ന്. എൻ്റെ കൊച്ചൻ ആത്മഹത്യ ചെയ്യുന്നയാളല്ല, എൻ്റെ കുടുംബത്തെ താഴ്ത്തി കാണിക്കാനാണ് ഇതെല്ലാം നടക്കുന്നത്. ഇവയായിരുന്നു അവൻ്റെ വാക്കുകൾ. അമ്മയുടെ വാക്കുകളെ ശക്തിപ്പെടുത്തി സഹോദരനും രംഗത്തെത്തിയിരിക്കുകയാണ്. താഴ്ന്ന ജാതിക്കാരെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. എൻ്റെ സഹോദരന്റെ മരണത്തിനും അത് തന്നെയാണ് കാരണമായിരിക്കുന്നത്. ഇന്നവനെ ആത്മഹത്യ ചെയ്തുവെന്ന് പറയും, പക്ഷേ അത് ശരിയല്ല. അവനെ മാനസിക രോഗിയാണെന്ന് ചിലർ പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത്തരം ഒരാളെ PSC വഴി പോലീസ് സേവനത്തിലേക്ക് നിയമിച്ചത് എന്തിനാണ്? നമ്മുടെ സഹോദരന്റെ ജീവിതം വിഴുങ്ങിക്കളഞ്ഞിരിക്കുകയാണ് എന്നും അദ്ദേഹം പറയുകയാണ്. കുടുംബത്തിന്റെ ആരോപണങ്ങൾ സമൂഹത്തിന്റെ വ്യാപകമായ പ്രതിഷേധങ്ങൾക്കിടയാക്കിയപ്പോൾ പോലീസ് ഭരണകൂടം സംഭവം ഗൗരവമായി ഏറ്റെടുത്തിരിക്കുകയാണ്. കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും DYSP വിജു കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെയാണ് അന്വേഷണത്തിനായി നിയോഗിച്ചിരിക്കുന്നത്. ക്യാമ്പിൽ നടന്ന പീഡനങ്ങളാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് കുടുംബത്തിന്റെ പരാതിയും സഹപ്രവർത്തകരുടെ മൊഴികളും ക്യാമ്പിലെ ദിനചര്യകളും സംഘം വിശകലനം ചെയ്യുമെന്നാണ് വിവരം ലഭിക്കുന്നത്. മരണത്തിന് 2 ദിവസം മുമ്പ് ആനന്ദ് തന്റെ കൈയിലെ ഞരമ്പ് മുറിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിനു ശേഷം തിരികെ ക്യാമ്പിലേക്ക് തന്നെ കൊണ്ടുവരികയായിരുന്നു. വിശ്രമത്തിലായിരുന്ന ആനന്ദിനെ പിന്നീട് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ സുരക്ഷാ സംവിധാനത്തിലും ട്രെയിനികളോടുള്ള പെരുമാറ്റത്തിലും ഗുരുതരമായ വീഴ്ചയുണ്ടെന്ന് ആരോപിക്കപ്പെടുകയാണ്. സംഭവം പുറത്തു വന്നതോടെ സംസ്ഥാനത്ത് വലിയ ചർച്ചകൾ അരങ്ങേറുകയാണ്. പോലീസ് പരിശീലന ക്യാമ്പുകളിലെ ക്രൂരമായ രീതികളും അമിതമായ ശാരീരിക മാനസിക സമ്മർദ്ദങ്ങളും വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ്. മനുഷ്യാവകാശ പ്രവർത്തകർ ആരോപിക്കുന്നത് യുവ ഉദ്യോഗസ്ഥർക്ക് വേണ്ട മാനസിക പിന്തുണയും കൗൺസിലിംഗും നൽകാതെ അമിതമായി ശിക്ഷിക്കുന്നതും അപമാനിക്കുന്നതും ഇത്തരം ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കും എന്നത് തന്നെയാണ്. ആനന്ദിന്റെ മരണവാർത്ത പരന്നതോടെ നാട്ടുകാരും ബന്ധുക്കളും തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ആനന്ദിന് നീതി വേണമെന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരുന്ന പ്രതിഷേധ മാർച്ചുകളിൽ പങ്കെടുത്തത് സ്ത്രീകളും യുവാക്കളും അടങ്ങുന്ന നൂറുകണക്കിന് ആളുകളാണ്. രാഷ്ട്രീയ രംഗത്തും വലിയ പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രതിപക്ഷ നേതാക്കൾ സർക്കാർ പരാജയം ചൂണ്ടിക്കാട്ടി കുറ്റപ്പെടുത്തുമ്പോൾ അധികാരപക്ഷം നിയമാനുസൃതമായ അന്വേഷണം ഉറപ്പാക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ സംഭവം ചൂടുപിടിച്ചിരിക്കുകയാണ്. അനവധി യുവാക്കളും മനുഷ്യാവകാശ പ്രവർത്തകരും ട്രെയിനി പോലീസ് ഉദ്യോഗസ്ഥരും സുരക്ഷിതനല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ നീതി എവിടെ നിന്നാണ് ലഭ്യമാകുക എന്ന ചോദ്യവും ഉയർത്തിയിരിക്കുകയാണ്. സംഭവത്തിന്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണെന്നത് അന്വേഷണ റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുമെങ്കിലും ഒരു കുടുംബത്തിന്റെ ജീവിതം തകർത്തത് സംസ്ഥാനത്ത് ഞെട്ടിച്ച ആനന്ദിന്റെ മരണം പോലീസ് സംവിധാനത്തിന്റെ മനുഷ്യാവകാശ ബോധത്തെയും പരിശീലന രീതികളെയും ആഴത്തിൽ ചോദ്യം ചെയ്യുകയാണ്. ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ പോലീസ് പരിശീലന സംവിധാനത്തിൽ വ്യാപകമായ പരിഷ്കാരങ്ങളും ശക്തമായ മേൽനോട്ടങ്ങളും അത്യാവശ്യമാണ്.